മുത്തശ്ശിയുടെ ഉപദേശം. ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ വീട്ടിൽ താമസിക്കുന്നവരായിരുന്നു സുന്ദരൻ മെഴുകുതിരിയും നീളൻ ചന്ദനത്തിരിയും. മറ്റാരുമില്ലാട്ടോ മുത്തശ്ശിക്ക്. ഇവർ രണ്ടുപേരും മഹാഹങ്കാരികളായിരുന്നു. തമ്മിൽ കണ്ടാൽ മതി അവർ ഗിരിയും പാമ്പും പോലെയായിരുന്നു. സുന്ദരന് വെളിച്ചം നൽകാൻ കഴിയും, നീളന് സുഗന്ധം നൽകാനും കഴിയും. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും അഹങ്കരിക്കുന്നത്. ഒരു നാൾ സുന്ദരൻ നീലനോട് പറഞ്ഞു, എടാ നീള, എനിക്ക് എല്ലാവർക്കും വെളിച്ചം നൽകാൻ കഴിയും, നിനക്കതിന് കഴിയുമോ? എടാ, അതുകൊണ്ട് തന്നെ നിന്നേക്കാൾ കേമൻ ഞാനാണ്. ഇത് കേട്ട നീളൻ ചന്ദനത്തിരിക്ക് ഇത്തിരിയോ വന്നല്ല ദേഷ്യം വന്നത്. അവൻ അങ്ങനെ പറഞ്ഞു, എടാ സുന്ദര, വെളിച്ചം നൽകാനുള്ള കഴിവ് എനിക്കില്ല, എന്നാൽ എല്ലാവർക്കും സുഗന്ധം നൽകാനുള്ള കഴിവ് എനിക്കുണ്ട്. നിനക്കതിന് കഴിയുമോ? അപ്പോൾ നിന്നേക്കാൾ യോഗ്യൻ ഞാൻ തന്നെയല്ലേ? രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഭയങ്കര വഴക്ക് കഴിഞ്ഞപ്പോൾ ഉന്തും തള്ളുമായി. നീളന് ഒറ്റയടി വെച്ചു കൊടുത്തു. ഇടിയും തൊഴിയും കേട്ട് മുത്തശ്ശി എത്തി. കാര്യം തിരക്കി. എന്താ പ്രശ്നം? കുറേ നേരമായല്ലോ ബഹളം തുടങ്ങിയിട്ട്. സുന്ദരൻ പറഞ്ഞു, എനിക്ക് വെളിച്ചം നൽകാനുള്ള കഴിവുണ്ട്, നീളൻ അതുണ്ടോ? അപ്പോൾ അവനേക്കാൾ യോഗ്യൻ ഞാൻ തന്നെയല്ലേ മുത്തശ്ശിയെ എനിക്ക് സുഗന്ധം നൽകാൻ കഴിയും. സുന്ദരൻ അതുണ്ടോ? അപ്പോൾ അവനേക്കാൾ യോഗ്യൻ ഞാനല്ലേ? നീളനും വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും പറഞ്ഞു നിർത്തിയപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നോക്കൂ കുട്ടികളെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടായിരിക്കും. എന്നാൽ നമുക്കുള്ള കഴിവിൽ നാം ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ആരും ആരേക്കാൾ കേമരല്ല, എല്ലാവരും സമന്മാരാണ്. മുത്തശ്ശിയുടെ ഉപദേശം സുന്ദരൻ്റെയും നീളൻ്റെയും കണ്ണു തുറപ്പിച്ചു. അന്നു മുതൽ അവരുടെ അഹങ്കാരം മാറി. പിന്നീടുള്ള കാലം സുന്ദരൻ മെഴുകുതിരിയും നീളൻ ചന്ദനത്തിരിയും മുത്തശ്ശിയുടെ കൂടെ സുഖമായി ജീവിച്ചു.